ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് കിച്ചണിൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ബേക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയാസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് പഞ്ചസാര ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാം. മിക്സിയിൽ ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഒന്ന് കറക്കിയെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആകെ പൊടി പാറാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര ഫുൾ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മാത്രം ബീറ്റർ ഉപയോഗിച്ചു എന്നുള്ളൂ. പിന്നെ 1 കപ്പ് മൈദയാണ് ഇതിനൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് 1/3 കപ്പാണ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും വേണം, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും എടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 3 പ്രാവശ്യം ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിച്ചെടുക്കുന്നത് എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും, നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഏതായാലും 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടാനും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് മുട്ടയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ബീറ്റർ ഉപയോഗിക്കരുത്. ബീറ്റർ കണ്ടുവെന്ന് വെച്ചാൽ ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കയ്യിലോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് തന്നെ നമ്മളിത് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനം നമ്മുടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പാല്. നമ്മൾ പിന്നെ പാലെടുക്കുന്നതായിക്കോട്ടെ എഗ്ഗ് ആയിക്കോട്ടെ ഒക്കെ തണുപ്പില്ലാത്തതായിരിക്കണം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് അങ്ങ് മിക്സ് ആക്കരുത്. ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഞാൻ കുക്കർ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെയും നമുക്ക് നന്നായിട്ട് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ അടിയിൽ എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ 3-4 പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ എന്തെങ്കിലും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ മൂടി കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. ഇതിൻ്റെ വിസൽ ഊരണം. വിസൽ പാടില്ല. ഇതിലൂടെ ആവി വരുമ്പോഴാണ് നമ്മൾ കേക്ക് റെഡി ആയി എന്നുള്ളത് അറിയുക. അപ്പോൾ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള തട്ടാണ്. അത് നന്നായിട്ടൊന്ന് 5 മിനിറ്റ് നേരം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളത് വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ബേക്ക് ആവുന്ന ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ശേഷം നമ്മുടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് ലോ സ്പീഡ് തൊട്ടിട്ട് ഹൈ സ്പീഡ് വരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ബീറ്റ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് പഞ്ചസാര കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളെ വിപ്പിംഗ് ക്രീം റെഡിയായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സ്പൂണും വന്ന് അത് നമ്മൾ ഇത്തിരി വിപ്പിംഗ് ക്രീം ആ സ്പൂണിൽ കോരി എന്നിട്ട് അത് ഒന്നിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ടു പോരാൻ പാടില്ല. അങ്ങനെ വീഴാതിരിക്കുമ്പോഴാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി എന്നുള്ളത് അറിയുക. അപ്പോൾ ഞാൻ ഈ ബീറ്ററുമെന്ന് അത് ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, കണ്ടില്ല, അങ്ങനെ വിട്ടു പോരാൻ പാടില്ല. അങ്ങനെയാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഡെക്കറേഷന് അല്ലെങ്കിൽ ടേസ്റ്റിനൊക്കെ വെക്കാനായിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നേരം നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിന് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലായതുകൊണ്ടാണ് ഈ ഷേപ്പിൽ വരുന്നത്. പിന്നെ നമുക്കിത് എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിമ ഒന്നും വന്നില്ല, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഇത് ഞാനിനി ഒരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് കുക്കറിലൊരു കറക്റ്റ് ഒരു 35 മിനിറ്റ്സ് ബേക്ക് ആവാനായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ വലുപ്പത്തിനും ഇതിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ബേക്കിംഗ് സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ച് പോലെ ആയിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടും. ഞാൻ പാകത്തിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഒഴിവാക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല, അത് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലെയറാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി കൊണ്ട് തന്നെ മെല്ലെ സൂക്ഷിച്ച് നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിത് 2 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെയർ ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ ആദ്യം പഞ്ചസാര ലായനി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ലായനി നമ്മൾ ഈക്വൽ ആക്കിയിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂണ് പച്ചവെള്ളം പിന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓരോ ലെയറും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ടോപ്പ് ലെയറും ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. ആദ്യം പഞ്ചസാര ലായനി പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഡെക്കറേഷൻ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അത്ര അധികം വിപ്പിംഗ് ക്രീം വേണമെന്നില്ല. ഞാൻ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ജസ്റ്റ് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റിൻ്റെ പൊടികൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡ് നമ്മൾ വിപ്പിംഗ് ക്രീം കുറവായതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് വെച്ച് കൊടുക്കുക. ഞാനങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നല്ല അവൈലബിൾ ആയിട്ടുള്ള നോസിൽ, അധികം ഒന്നും പ്രൈസ് ഒന്നും വരില്ല, 20 റുപ്പീസായിട്ട് ആ നോസിൽ മാത്രം വരുള്ളൂ. പിന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സെറ്റിന് 15 രൂപ അങ്ങനെ എന്തോ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഒരുപാട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗാർണിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു നോസിൽ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഫ്ലവറിൻ്റെ നോസിലാണ്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റൗണ്ട് ഭാഗം അടിവശത്ത് നന്നായിട്ടൊന്ന് ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക.
ഇനി ഞാൻ ഏറ്റവും ടോപ്പ് വശം ഇത്തിരി ചെറിയ നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ട് ഇതുപോലെ തന്നെ മോഡലിന് നമ്മൾ വാങ്ങാനായിട്ട് കിട്ടും. ഇതിന് 20 റുപ്പീസായിട്ട് ഇങ്ങനത്തെ ഒരു പാക്കിനുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെറിയ ഫ്ലവർ ആക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അതൊന്നും കൂടെ സ്പീഡാക്കിയിട്ട് അത് വലിയ ഫ്ലവർ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ചുറ്റുഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ ഇതിൻ്റെ അടുത്ത ലെയറും ഞാൻ ഇതുപോലെ ഒന്നുകൂടെ വലുതാക്കിയിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രീം ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ അതേപോലെ ഗ്യാപ്പ് വരുന്ന സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികമായിട്ട് വരില്ല. അങ്ങനെ നമ്മുടെ ബാക്കി വന്ന നമ്മുടെ ചോക്ലേറ്റിൻ്റെ പൊടി തന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഞാൻ എല്ലാ ഭാഗവും നല്ല ഡിസൈൻ ചെയ്തിട്ട് കവർ ചെയ്തെടുത്തു. അതുകൊണ്ട് നമ്മളെ കേക്കിൻ്റെ അപാകതകളൊന്നും കാണില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോട് കൂടെ തന്നെ ഉള്ളൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാൻ ഇനി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈസി മേക്കിംഗ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗായ്സ് വാച്ചിങ് മൈ വീഡിയോ.